الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. اللهم اهدنا لأحسن الأخلاق لا يهدي لأحسنها إلا أنت واصرف عنا سيئها لا يصرف عنا سيئها إلا أنت. اللهم إنا نعوذ بك من منكرات الأخلاق والأهواء والأدواء. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الشيخ صالح العصيمي حفظه الله അദ്ദേഹത്തിന്റെ അൽ ആദാബുൽ അശറ 10 മര്യാദകൾ എന്ന ചെറിയ കൃതിയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ മൂന്നാമത്തെ മര്യാദയായ ഭക്ഷണ മര്യാദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം സൂചിപ്പിച്ചത്. ഭക്ഷണത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ചില മര്യാദകൾ ഗ്രന്ഥകാരൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം നാം ചേർത്ത് മനസ്സിലാക്കേണ്ട ചില സുപ്രധാന ആദാബുകളാണ് ഇൻഷാ അള്ളാഹ് അതിന്റെ കൂടെ നാം ഇന്ന് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്, പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞു, അദമുൽ ഇത്തികാഇ അസ്നാ അൽ അക്ലി, ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ചാരിയിരിക്കുക, ചാരിയിരുത്തം ഒഴിവാക്കുക എന്നുള്ളത് അത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അദബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം, ലാ ആകുലു മുത്തകിഅൻ, ഞാൻ ചാരിയിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല, ചാരിയിരുന്ന് ഞാൻ ഭക്ഷിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. ഈ ഹദീസിൽ വന്നിട്ടുള്ള ഇത്തിക, ചാരിയിരുത്തം, അതല്ലെങ്കിൽ ഇത്തികാഇന്റെ അതിന്റെ രൂപം എങ്ങനെയാണ് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഒന്നാമത്തെ അഭിപ്രായമായി ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. ചില വിഭാഗം പണ്ഡിതന്മാർ അവർ പറഞ്ഞു, അൻ യതമക്കന ഫിൽ ജുലൂസി ലിൽ അക്ലി അലാ അയ്യി സിഫത്തിൻ കാൻ, ഏത് രൂപത്തിലാണെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിനായി അമർന്നിരിക്കുക, നന്നായി ഉറച്ചിരിക്കുക, അതിനാണ് അൽ ഇത്തിക എന്ന് പറയുക. അത് ഏത് രൂപമായിക്കൊള്ളട്ടെ അതിന് ഇത്തിക എന്ന് പറയും. രണ്ടാമത്തെ ചില വിഭാഗം പണ്ഡിതന്മാർ അവർ പറഞ്ഞു, അൻ യമീല അലാ അഹദി ശിഖൈഹി, ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു വശത്തേക്ക് ചെരിയുക, അത് പുറം കൊണ്ടാകട്ടെ അതല്ലെങ്കിൽ കൈകളാകട്ടെ, ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒരു വശത്തേക്ക് ചെരിഞ്ഞിരിക്കുക, അതിനാണ് അൽ ഇത്തിക എന്ന് പറയുക. ചില പണ്ഡിതന്മാർ, മൂന്നാമത്തെ വിഭാഗം ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇടത് കൈ നിലത്ത് കുത്തി അതിൽ ചാരിയിരിക്കുന്നതിനാണ് ഇത്തിക എന്ന് പറയുന്നത്. എന്നാൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇതിന് പ്രത്യേകമായി ഒരു രൂപമില്ല, മറിച്ച് നമ്മുടെ കൈ കൊണ്ടോ അതല്ലെങ്കിൽ നമ്മുടെ പുറംഭാഗം കൊണ്ടോ അങ്ങനെ ഏത് ഭാഗം കൊണ്ടും മറ്റൊന്നിലേക്ക് ചാരിയിരിക്കുക, അതിനെയാണ് അൽ ഇത്തിക എന്ന് പറയുന്നത് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അത് പ്രത്യേകമായ ഒരു രൂപത്തിൽ മാത്രം പരിമിതപ്പെടുത്തുന്നത് അത് ശരിയല്ല എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലിഅന്നഹു കാന മിൻ അഖ്ലാഖിൽ മുതകബ്ബിരീൻ, ഇത്തരത്തിൽ ചാരിയിരുന്ന്, ചാരു കസാരയിലൊക്കെ ചാരിയിരുന്ന് അതല്ലെങ്കിൽ സോഫകളിലൊക്കെ ഇങ്ങനെ ചാരിയിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അതിലൊരു തരം കിബറിന്റെ, അഹങ്കാരത്തിന്റെ ഒരു സ്വഭാവം അതിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ വയുഅദ്ദി ഇലൽ ഇസ്തിക്സാരി മിനത് ത്വആം, അതുപോലെ ഇത്തരത്തിൽ ചാരിയിരിക്കുക, നമ്മുടെ ശരീരം ഇത്തരത്തിൽ വിശ്രമിച്ചിരിക്കുന്ന സന്ദർഭത്തിലാകുമ്പോൾ ധാരാളം ഭക്ഷണങ്ങൾ നമ്മുടെ വയറ്റിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വിശ്രമിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ വയറിന് ആവശ്യമുള്ളതിനേക്കാൾ അധികം ഭക്ഷണം, അമിതമായി ഭക്ഷണം കഴിക്കുന്നതിലേക്ക് ആ ഇരുത്തം നമ്മെ കൊണ്ടെത്തിക്കും എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരത്തിൽ ചാരിയിരിക്കാതെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ ചാരിയിരിക്കാറില്ല എന്ന് അവിടുന്ന് പറയുകയുണ്ടായത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇരുത്തം നമ്മൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകുന്നതാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖഇയൻ യഅകുലു തംറ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ രണ്ട് കാൽപാദങ്ങളും അത് നാട്ടിവെച്ച്, അത് കുത്തിവെച്ച് അതിന്റെ മടമ്പുകളിൽ ഇരുന്നു കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരക്ക ഭക്ഷിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതായി കാണാം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാൽമുട്ടിൽ ഇരുന്നു കൊണ്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ചത് കാണാം. റസൂലിന്റെ ഈ ഇരുത്തത്തിന്റെ രൂപങ്ങളെല്ലാം അത് നമ്മെ പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? വളരെ കുറച്ച് മാത്രം കഴിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇരിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ശരീരത്തിന് അങ്ങേയറ്റത്തെ വിശ്രമം കൊടുത്ത് ആ രൂപത്തിൽ ഇരുന്നാൽ അത് ഭക്ഷണം ധാരാളം ഉള്ളിലേക്ക് എത്താനുള്ള കാരണമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഇമാം ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് അവന്റെ മുട്ടുകളിൽ ഇരിക്കാം,
അതല്ലെങ്കിൽ നമസ്കാരത്തിൽ അവൻ ഇരിക്കുന്ന രൂപം തവറുക്കിന്റെയും ഇഫ്തിറാഷിന്റെയും ഒക്കെ രൂപം, ആ രൂപത്തിലും അവന് ഇരിക്കാവുന്നതാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ ചാരി ഇരിക്കാതിരിക്കാനുള്ള രണ്ട് കാരണങ്ങളാണ്. ഒന്നാമത്തേത് അത് അഹങ്കാരമുള്ള ആളുകളുടെ ചില സ്വഭാവമാണ്. രണ്ടാമത്തേത് ഭക്ഷണം അത് ധാരാളമായി ഉള്ളിലേക്ക് എത്താനുള്ള ഒരു കാരണമാണ്. പണ്ഡിതന്മാർ മൂന്നാമതായി ഒരു കാരണം കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു കാരണമാണ്. പണ്ഡിതന്മാർ പറയുകയാണ്, ഇത്തരത്തിൽ ചാരി ഇരിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു വശത്തേക്ക് ഇങ്ങനെ ചാരി ഇരിക്കുമ്പോൾ നമ്മുടെ ഭക്ഷണം പോകുന്ന ആ ഭക്ഷണത്തിന്റെ നാളി അത് നേരെയായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ശരീരത്തിന് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അതുവഴി കടന്നു വരും. അതുകൊണ്ടാണ് നേരെ ഇരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടത് എന്ന് പണ്ഡിതന്മാർ ഇതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി കാണാം. എന്നാൽ ഒരാൾ ചാരി ഇരുന്നു എന്ന് വിചാരിക്കുക, അയാൾ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ ചാരി ഇരിക്കുകയാണ്, ഏതെങ്കിലും ഒരു വശത്തേക്ക് അല്ലെങ്കിൽ പുറം ഭാഗം ചാരി ഇരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം തെറ്റുകാരനൊന്നുമല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചാരി ഇരിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് റസൂലുള്ള പറയുന്നു, ഞാൻ ചാരി ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാറില്ല എന്നുള്ളതാണ്. അവിടെ റസൂലുള്ള അതിനെ വിലക്കുകയോ അത് ഹറാമാണെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇമാം ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അവരെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ആരെങ്കിലും ഒരാൾ ചാരി ഇരുന്നാൽ അവൻ കുറ്റക്കാരനാണ്, അല്ലെങ്കിൽ അവനൊരു ഹറാമ് പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മറിച്ച് അത് ഒഴിവാക്കലാണ് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളത്. കാരണം ഇത്തരത്തിൽ ചാരി ഇരുന്ന് കഴിക്കുമ്പോൾ നാം മുൻപ് സൂചിപ്പിച്ച ചില ദോഷങ്ങൾ അതുവഴി കടന്നു വരുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സുന്നത്തിനെ പിൻപറ്റലാണ് അവിടെ ഏറ്റവും അഫ്ളലായിട്ടുള്ളത് എന്ന് ഇമാം ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം. ഭക്ഷണവുമായി ബന്ധപ്പെട്ട മറ്റൊരു അദബാണ് യുസന്നു മദ്ഹു ത്വആമി അല്ലദീ യഅകുലുഹു അഹ്യാനൻ. നാം കഴിക്കുന്ന ഭക്ഷണത്തെ അതിനെ ഇടയ്ക്ക് പുകഴ്ത്തുക എന്നുള്ളത്, അത് പുകഴ്ത്തി പറയുക എന്നുള്ളത് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടയ്ക്കൊക്കെ ഭക്ഷണത്തെ പുകഴ്ത്താറുണ്ട്, അതിന്റെ നല്ല നല്ല വിശേഷണങ്ങൾ പറയാറുണ്ട്. എന്നിട്ട് അദ്ദേഹം ഒരു ഹദീസ് ഉദ്ധരിക്കുകയാണ്. ഏതാണ് ഹദീസ്? നമുക്ക് കാണാം. മഹാനായ ത്വൽഹത്ത് ബിൻ നാഫിഅ താബിഈയാണ്. അദ്ദേഹം പറയുകയാണ്, അന്നഹു സമിഅ ജാബിർ ബിൻ അബ്ദില്ലാ യഖൂൽ. മഹാനായ സഹാബി ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിയദി ദാത യൗമിൻ ഇലാ മൻസിലിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ എന്റെ കൈ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഫഅഖ്റജ ഇലൈഹി ഫിലഖൻ മിൻ ഖുബ്സിൻ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിലേക്ക് കുറച്ച് റൊട്ടി കഷ്ണങ്ങൾ അദ്ദേഹത്തിന്റെ മുൻപിലേക്ക് വീട്ടുകാർ എടുത്തു വെക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നു, മാ മിൻ ഉദ്മിൻ. ഉദ്ം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, മാ യുഅ്കലു മഅൽ ഖുബ്സ്. ഖുബ്സിന്റെ കൂടെ, റൊട്ടിയുടെ കൂടെ കഴിക്കുന്ന സാധനത്തിനാണ് ഖുബ്സ് എന്ന് പറയുക. ആ ഖുബ്സ് അത് റൊട്ടി കഴിക്കാൻ അതിന്റെ കൂടെയുള്ള സാധനം, അത് ഏതായിക്കൊള്ളട്ടെ, കറി ആയിക്കൊള്ളട്ടെ, മറ്റെന്തുമായിക്കൊള്ളട്ടെ. അപ്പോൾ റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ഈ ഖുബ്സിന്റെ കൂടെ, അതിന്റെ കൂടെ കഴിക്കാനുള്ള ഒന്നുമില്ലേ? ആ സമയത്ത് വീട്ടിൽ നിന്ന് പറയുന്നു, ലാ, ഒന്നുമില്ല, ഇല്ലാ ശൈഉൻ മിൻ ഖല്ലിൻ, സുർക്കയല്ലാതെ മറ്റൊന്നും ഇവിടെയില്ല. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറയുന്നു, ഫഇന്നൽ ഖല്ല നിഅമൽ ഉദും. സുർക്ക അത് എത്ര നല്ല കൂട്ടുകറിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പറയുകയുണ്ടായി. ഈ സമയത്ത് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കൂ, ഭക്ഷണത്തെ അവിടുന്ന് പുകഴ്ത്തി പറയുകയാണ്. അപ്പോൾ ഇവിടെ സുർക്ക എന്ന ഭക്ഷണത്തെ അത് പുകഴ്ത്തി പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്തല്ല? അത് മറ്റു ഭക്ഷണങ്ങളെക്കാളെല്ലാം ഉത്തമമാണ് എന്നതല്ല. മറിച്ച് ആ പ്രത്യേകമായ സാഹചര്യത്തിൽ, സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്രകാരം പറയുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമുക്കും ഈ ഒരു സുന്നത്ത്, ഈ ഒരു ചര്യ നമുക്ക് പാലിക്കാവുന്നതാണ്. ഭക്ഷണങ്ങൾ നമ്മുടെ മുൻപിൽ വിളമ്പി വെക്കുന്ന സന്ദർഭത്തിൽ, നമുക്ക് കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ ഇത്തരത്തിൽ പുകഴ്ത്തുക എന്നുള്ളത് അത് ആ ഭക്ഷണം കൊണ്ടുവന്ന ആൾക്കും അത് ഉണ്ടാക്കി നൽകുന്ന ആളുകൾക്കും അവരുടെ മനസ്സിൽ ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ പ്രത്യേകമായി രേഖപ്പെടുത്തിയതായി കാണാം. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മമാർ, അതല്ലെങ്കിൽ ഭാര്യമാർ, അവരൊക്കെ നമുക്ക് ഭക്ഷണങ്ങൾ നൽകുന്ന സന്ദർഭത്തിൽ നാം ഇത്തരത്തിൽ പറഞ്ഞു നോക്കിയാൽ, ഇത്തരത്തിൽ അതിനെ പുകഴ്ത്തിയാൽ അതിന്റെ ഒരു പ്രതിഫലനം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുർക്കയെ പറ്റി പറയുകയാണ്, സുർക്ക അത് എത്ര നല്ല കൂട്ടാനാണ്, എത്ര നല്ല കൂട്ടുകറിയാണ്. എന്നിട്ട് ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഫമാ സിൽതു ഉഹിബ്ബുൽ ഖല്ല മുൻദു സമിഅതുഹാ മിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിൽ നിന്ന് അത് കേട്ടത് മുതൽ, അന്ന് മുതൽ എനിക്കും സുർക്ക എന്ന ഭക്ഷണത്തെ ഞാനും അതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. എന്നിട്ട് ഹദീസ് ഉദ്ധരിക്കുന്ന മഹാനായ താബിഈ അദ്ദേഹം പറയുകയാണ്, മാ സിൽതു ഉഹിബ്ബുൽ ഖല്ല മുൻദു സമിഅതുഹാ മിൻ ജാബിർ റളിയല്ലാഹു അൻഹു. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ഹദീസ് കേട്ടത് മുതൽ
ഞാനും സൂർക്കയെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു എന്ന് മഹാനായ താബിഈ സൽഹത്ത് ബിൻ നാഫിഅ റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. ഇതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, സ്വഹാബത്തിന് അതുപോലെ താബിഈങ്ങൾക്ക് അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടമാണ് ഇതറിയിക്കുന്നത്. റസൂലുള്ള കഴിച്ച കാര്യങ്ങൾ, റസൂൽ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ, അതിനെ ഇഷ്ടപ്പെടാൻ, അത് സ്വന്തം ജീവിതത്തിൽ പകർത്താനുള്ള താല്പര്യവും ഉത്സാഹവുമാണ് സ്വഹാബത്തിൽ നിന്ന് അതുപോലെ തന്നെ താബിഈങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്തൊരു മര്യാദയാണ് യുക്റഹു ഐബു ത്വആം, ഭക്ഷണത്തെ കുറ്റം പറയുക, അതിലെ കുറവുകൾ എടുത്തു പറയുക എന്നുള്ളത് അത് നാം ഒഴിവാക്കേണ്ട ഒരു ശീലമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അത് കറാഹത്താണ് എന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, മാ ആബ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വആമൻ ഖത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഭക്ഷണത്തെയും കുറ്റം പറഞ്ഞിരുന്നില്ല, അതിലെ കുറവുകൾ എടുത്തു പറഞ്ഞിരുന്നില്ല. ഇനിഷ്തഹാഹു അകലഹു, അവിടുന്ന് താല്പര്യപ്പെടുമെങ്കിൽ ആ ഭക്ഷണം കഴിക്കും. വ ഇൻ കരിഹഹു തറകഹു, അവിടുന്ന് അത് താല്പര്യമില്ല എങ്കിൽ അത് അത് കഴിക്കാതെ ഉപേക്ഷിക്കാനാണ് ഉണ്ടായത്, അതിനെ കുറ്റം പറയാറില്ല എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. ഇതിന്റെ വിശദീകരണത്തിൽ ഇമാം നബവി റഹിമഹുല്ലാഹ് പറയുകയാണ്, ഹാദാ മിൻ ആദാബി ത്വആമിൽ മുതഅക്കിദ, ഭക്ഷണവുമായി ബന്ധപ്പെട്ട് അങ്ങേയറ്റം ഊന്നി പറയപ്പെട്ട ഒരു മര്യാദയാണ് ഈ പറയപ്പെട്ട മര്യാദ. ഭക്ഷണത്തിന്റെ കുറവ് എടുത്തു പറയാതിരിക്കുക എന്നുള്ളത് അത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മര്യാദയാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും അവിടുന്ന് ഭക്ഷണത്തെ കുറ്റം പറഞ്ഞിരുന്നില്ല. കാരണം അവിടുത്തെ സ്വഭാവം അങ്ങേയറ്റത്തെ മഹിമയാർന്ന സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അവിടുത്തെ വിനയം നമുക്കറിയാവുന്നതാണ്. എന്ത് തന്നെ കിട്ടിയാലും ആ കിട്ടിയതിൽ തൃപ്തിയടയുന്ന മനസ്സിന്റെ ഉടമയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ലഭിച്ച ഭക്ഷണങ്ങൾ അതെത്ര നിസ്സാരമാണെങ്കിലും അതിനെ കുറ്റം പറയുകയോ അതിന്റെ കുറവുകൾ പറയുകയോ ചെയ്തിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഭക്ഷണങ്ങൾ അതിന്റെ കുറ്റം പറയുക, അതിന്റെ കുറവുകൾ പറയുക എന്നുള്ളത് അത് ആ ഭക്ഷണം നൽകിയ ആളെ അതല്ലെങ്കിൽ ആ ഭക്ഷണം സമ്മാനിച്ച ആളെ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കലാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒഴിവാക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഒരാൾക്ക് എന്ത് പറയാം, ഞാൻ ഈ ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല, അതല്ലെങ്കിൽ എനിക്ക് ഈ ഭക്ഷണം കഴിച്ച് ശീലമില്ലാത്തതാണ്. പ്രത്യേകിച്ച് നമ്മൾ വേറൊരു നാട്ടിലേക്ക് പോകുമ്പോൾ, നമ്മൾ പരിചയമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഭക്ഷണ രീതികൾ വേറെയായിരിക്കും. ആ സന്ദർഭത്തിൽ നമുക്ക് താല്പര്യമില്ലാത്ത ഭക്ഷണങ്ങളാണെങ്കിൽ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മുൻപിൽ ഉടുമ്പിന്റെ മാംസം വെക്കപ്പെട്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കഴിച്ചിട്ടില്ല. അത് അവിടെ നിന്ന് അത് ശീലമില്ലാത്തത് കൊണ്ട് അത് ഒഴിവാക്കുകയാണ് ഉണ്ടായത് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയുന്നതാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഐബു ത്വആമി യൻഖസിമു ഇലാ ഖിസ്മൈൻ, ഭക്ഷണത്തിന്റെ കുറവുകൾ എടുത്തു പറയുക എന്നുള്ളത് അത് രണ്ട് രൂപത്തിലാണുള്ളത്. ഒന്നാമത്തേത് അൻ യകൂന മുജറദ ഖബരിൻ, വെറുമൊരു വിവരം അറിയിക്കുക, ആ ഭക്ഷണത്തെക്കുറിച്ച് അതിന്റെ കാര്യങ്ങൾ അറിയിക്കുക എന്ന നിലക്ക് മാത്രം പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ വഹാദാ ലാ ബഅസ ബിഹി, അതിൽ കുഴപ്പമില്ല, തെറ്റില്ല. ഉദാഹരണമായി അദ്ദേഹം പറഞ്ഞു, വീട്ടിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയ സന്ദർഭത്തിൽ ഭക്ഷണം ചിലപ്പോൾ കരിഞ്ഞു പോയിട്ടുണ്ടാവും. ആ സന്ദർഭത്തിൽ നമ്മൾ എന്ത് പറയും ഭാര്യയോട്, ഇന്ന് ഭക്ഷണം അല്പം കരിഞ്ഞു പോയിട്ടുണ്ട്, അതല്ലെങ്കിൽ ഇന്ന് ചായക്ക് അല്പം കടുപ്പം കൂടുതലാണ് എന്നിങ്ങനെ ഒരു വിവരം അറിയിക്കുക എന്ന നിലയ്ക്ക് മാത്രമാണെങ്കിൽ അതിൽ കുഴപ്പമില്ല. എന്നാൽ ആ ഭക്ഷണത്തെ ആക്ഷേപിച്ചുകൊണ്ട് അതിന്റെ കുറവുകൾ പറയാനായി ഉദ്ദേശിച്ചുകൊണ്ട് അത്തരത്തിൽ പറയുന്ന കാര്യമാണെങ്കിൽ അതാണ് നാം ഒഴിവാക്കേണ്ടത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മാതൃകയുള്ള കാര്യം അതാണ്. അവിടുന്ന് ഭക്ഷണത്തെ കുറ്റം പറഞ്ഞിരുന്നില്ല, അതിന്റെ കുറവുകൾ പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ പണ്ഡിതന്മാർ പ്രത്യേകമായി പറഞ്ഞതായി കാണാം, ഇത് വീട്ടിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണമാണ്. അതുപോലെ തന്നെ സൗജന്യമായി നമുക്ക് ലഭിക്കുന്ന ഭക്ഷണത്തെ കുറിച്ചാണിത്. എന്നാൽ ഒരാൾ ഹോട്ടലിൽ പോയി പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അതിന്റെ രൂപം ഒന്ന് വേറെയാണ്. കാരണം ഒരാൾ പൈസ കൊടുത്ത് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ആ പൈസയുടെ മൂല്യത്തിന് അനുസൃതമായ ഭക്ഷണം അയാൾക്ക് ലഭിക്കണം. അപ്പോൾ നമുക്കറിയാം, ഉദാഹരണമായി നമ്മൾ ഒരു ഹോട്ടലിൽ പോയി ബിരിയാണി വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ കൊടുത്ത പൈസക്ക് അതിന്റെ മൂല്യത്തിനനുസരിച്ചുള്ള ഭക്ഷണമല്ലെങ്കിൽ, ആ ഭക്ഷണത്തിൽ കുറവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഉടമയോട് നേരിട്ടത് സൂചിപ്പിക്കാവുന്നതാണ്, അതിന്റെ കുറവുകൾ പറയാവുന്നതാണ്. അവിടെയും നമ്മൾ അത് പറയേണ്ട ആദാബുകൾ, സംസാരത്തിന്റെയും പെരുമാറ്റത്തിന്റെയും മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് ആ സന്ദർഭത്തിൽ അത് സൂചിപ്പിക്കാവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ ഇതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞതായി കാണാം. ഇനി ഇമാം ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കപ്പെടുകയാണ്, ഒരാൾ ഇത്തരത്തിൽ ഭക്ഷണത്തിന്റെ കുറവുകൾ പറഞ്ഞു എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ അവൻ ഹറാമ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവർത്തനമാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഭക്ഷണത്തെ കുറ്റം പറയാറില്ലായിരുന്നു. കാരണം എന്താണ്, റസൂലിന്റെ സ്വഭാവം
അത്രയും പരിപൂർണമാണ്, അത്രയും മഹത്വമുള്ളതാണ്. റസൂൽ അങ്ങനെ പറയുന്നത് വിലക്കിയിട്ടില്ല. അതല്ലെങ്കിൽ അപ്രകാരം പറയുന്നത് ഹറാമാണ് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയുകയില്ല. എന്നാൽ അത്തരത്തിലുള്ള വാക്കുകൾ അത് ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഒരാൾ അപ്രകാരം പറഞ്ഞു എന്ന് വിചാരിച്ച് അയാൾ ഹറാമ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് ഇമാം ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. ഭക്ഷണവുമായി ബന്ധപ്പെട്ട അടുത്ത മര്യാദയാണ്, ആദാബാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ലാ യുക്കലു തആമുൻ ഹത്താ യദ്ഹബ ബുഖാറുഹു. ഭക്ഷണത്തിൽ നിന്ന് അതിന്റെ ആവി അത് മാറുന്നത് വരെ അത് കഴിക്കാൻ പാടില്ല. ഉദാഹരണമായി ഭക്ഷണം, ഒരു ചൂടുള്ള ഭക്ഷണം കൊണ്ടുവന്നാൽ അതിന്റെ ആ ആവി ഒന്ന് മാറുന്നത് വരെ, ആ ചൂടൊന്ന് അല്പം പാകപ്പെടുന്നത് വരെ നമ്മൾ എന്താക്കരുത്, അത് കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് തണുപ്പുള്ളതും. അപ്പോൾ അതികഠിനമായ തണുപ്പോ അല്ലെങ്കിൽ കഠിനമായ ചൂടോ ആവി പോകുന്ന ഭക്ഷണങ്ങളോ അത് കഴിക്കാൻ പാടില്ല എന്ന് ഹദീസുകളിൽ നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ്. അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അത് നമ്മുടെ ആമാശയങ്ങൾക്കും അതുപോലെ പല്ലിനുമൊക്കെ കേടുണ്ടാക്കുന്ന കാര്യമാണ് എന്നതിന്റെ വിശദീകരണങ്ങളിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. മറ്റൊരു മര്യാദയാണ് അൽ അക്ലു മഅൽ ജമാഅ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന കാര്യം. മഹാനായ സഹാബി വഹ്ശി ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, സഹാബത്ത് അവർ റസൂലിനോട് പറഞ്ഞു, ഇന്നാ നഅകുലു വലാ നശ്ബിഉ. റസൂലെ, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്കത് മതിയാകുന്നില്ല, ഞങ്ങളുടെ വയറ് നിറയുന്നില്ല. ആ സമയത്ത് റസൂൽ അവരോട് ചോദിക്കുകയാണ്, ഫലഅല്ലകും തഅകുലൂന മുതഫർരിഖീൻ, നിങ്ങൾ ഒറ്റക്കൊറ്റക്കായി വേറിട്ടുകൊണ്ടാണോ നിങ്ങൾ ഭക്ഷണം കഴിക്കാറുള്ളത്? സഹാബത്ത് പറഞ്ഞു, അതെ. ആ സമയത്ത് റസൂൽ പറയുകയാണ്, ഫജ്തമിഉ അലാ തആമികും, എങ്കിൽ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുക. വദ്കുറു സ്മല്ലാഹി അലൈഹി, എന്നിട്ട് തുടക്കത്തിൽ അല്ലാഹുവിന്റെ നാമം ഉരുവിടുകയും ചെയ്യുകയാണെങ്കിൽ യുബാറക് ലക്കും ഫീഹി, നിങ്ങൾക്ക് ആ ഭക്ഷണത്തിൽ ബറക്കത്ത് നൽകപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുകൊണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നമ്മൾ പാലിക്കേണ്ട, നമ്മുടെ വീട്ടിൽ നടപ്പിലാക്കേണ്ട ഒരു മര്യാദയാണ്. നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ മക്കളും ഭാര്യമാരും ഉമ്മയും ഒക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ചിരുന്ന് കഴിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പ്രത്യേകം പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണ്. അടുത്തൊരു മര്യാദയായി പണ്ഡിതന്മാർ പറഞ്ഞു, ഇജ്തിനാബുൽ അക്ലി വശുർബി ഫീ ആനിയത്തി ദഹബി വൽ ഫിദ്ദ ലിഅന്നഹു മുഹറമുൻ. സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രങ്ങളിൽ ഭക്ഷിക്കുക എന്നുള്ളത് അത് ഒഴിവാക്കേണ്ട കാര്യമാണ്, അത് ഹറാമാണ് എന്ന് നമുക്ക് ഹദീസുകളിൽ വ്യക്തമായി കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തൽബസുൽ ഹരീറ വലദ് ദീബാജ്, നിങ്ങൾ പട്ടും അതുപോലെ തന്നെ ദീബാജ് എന്ന് പറഞ്ഞാൽ അത് പട്ടിന്റെ മറ്റൊരു ഇനമാണ്, അങ്ങനെ പട്ടിന്റെ ഇനത്തിൽപ്പെട്ട ആ വസ്ത്രവും നിങ്ങൾ ധരിക്കാൻ പാടില്ല. വലാ തശ്റബു ഫീ ആനിയത്തി ദഹബി വൽ ഫിദ്ദ, സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ പാത്രത്തിൽ നിങ്ങൾ കുടിക്കാനും പാടില്ല. അപ്പോൾ കുടിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിക്കാൻ എന്തായാലും അതിൽ അനുവാദമില്ല എന്ന് നമുക്ക് ഹദീസുകളിൽ വ്യക്തമായി കാണാൻ കഴിയുന്നതാണ്. എന്നിട്ട് അതിനുശേഷം പറഞ്ഞു, വലാ തഅകുലു ഫീ സിഹാഫിഹ, അവ രണ്ടിന്റെയും പാത്രങ്ങളിൽ നിങ്ങൾ ഭക്ഷിക്കുകയോ ചെയ്യരുത്. ഫഇന്നഹാ ലഹും ഫിദ് ദുനിയ വലക്കും ഫിൽ ആഖിറ, ഈ ദുനിയാവിൽ ഇത്തരത്തിലുള്ള സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഒക്കെ പാത്രങ്ങൾ അത് സത്യനിഷേധികൾക്കുള്ളതാണ്, അവരാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്കത് ആഖിറത്തിൽ പരലോകത്തിൽ നിങ്ങൾക്കുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, അല്ലദീ യശ്റബു ഫീ ആനിയത്തി ദഹബി വൽ ഫിദ്ദ, സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രങ്ങളിൽ കുടിക്കുന്നവൻ ഇന്നമാ യുജർജിറു ഫീ ബത്നിഹി നാറ ജഹന്നം, അവൻ തന്റെ വയറ്റിലേക്ക് നരകത്തിന്റെ തീയാണ് അവൻ കുടിച്ചിറക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അപ്പോൾ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക എന്നുള്ളത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രങ്ങളിലാകാൻ പാടില്ല. ഇത് പാത്രങ്ങൾ മാത്രമല്ല, മറിച്ച് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന സ്പൂണുകൾ, കപ്പുകൾ, എല്ലാതരം പാത്രങ്ങളും ഇതിൽ ഉൾപ്പെടുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ സ്വർണവും വെള്ളിയും, ആ സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രങ്ങൾ പാടില്ല. അതുപോലെ അവ പൂശിയതാണെങ്കിലും, അതിങ്ങനെ പുറമെ പൂശിയ പാത്രങ്ങളാണെങ്കിലും അതും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം ഇതിന്റെ വിശദീകരണങ്ങളിൽ കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ അവർക്കെല്ലാം ഈ ഹുക്മ് ബാധകമാണ്. ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക എന്നുള്ള ഈ ഹുക്മിൽ അവരെല്ലാവരും ഉൾപ്പെടുന്നുണ്ട്. അടുത്തൊരു മര്യാദയാണ് യുസ്തഹബ്ബു തഗ്തിയത്തുൽ ആനിയതി വഈകാഉൽ അസ്ഖിയതി മഅ തസ്മിയതി ഖബ്ല അൻ-നൗം, ഉറങ്ങുന്നതിന് മുൻപായി ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് പാത്രങ്ങൾ മൂടിവെക്കുക, ഭക്ഷണപാത്രങ്ങൾ മൂടിവെക്കുക. അതുപോലെ വെള്ളത്തിന്റെ പാത്രങ്ങൾ, അതിന്റെ വായ്ഭാഗം അത് കെട്ടിവെക്കുക എന്നതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്തായ കാര്യമാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, ഖമ്മിറുൽ ആനിയത, നിങ്ങൾ പാത്രങ്ങൾ മൂടിവെക്കുക, വഅജീഫുൽ അബ്വാബ, വാതിലുകൾ നിങ്ങൾ കൊട്ടിയടക്കുക, വഅത്ഫിഉൽ മസാബീഹ, വിളക്കുകൾ നിങ്ങൾ കെടുത്തുക.
എന്നിട്ട് പറയുന്നു ഫഇന്നൽ ഫുവൈസിഖത റുബ്ബമാ ജറത്തിൽ ഫതീലത ഫഅഹ്റഖത് അഹ്ലൽ ബൈത്ത്. റസൂൽ പറയുകയാണ്, ഈ തീപ്പൊരി ഉണ്ടാക്കുന്ന ജീവികൾ, എന്നിട്ട് പണ്ഡിതന്മാർ പറഞ്ഞതായിരിക്കണം, എലിയെ പോലെയുള്ള ജീവികൾ, അവർ ചിലപ്പോൾ നിങ്ങളുടെ വീടിന്റെ വിളക്കുകൾ, നിങ്ങൾ വിളക്ക് കെടുത്താതെ കടന്നാൽ ആ വിളക്ക് അത് തട്ടിമറിക്കുകയും അങ്ങനെ വീടിന് തീപിടിക്കുകയും വീട്ടിലുള്ള ആളുകളെയൊക്കെ അത് ചുട്ടുകരിക്കുകയും ചെയ്തേക്കാം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ വിളക്കുകൾ അണക്കണം എന്നുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിൽ പഠിപ്പിക്കുകയാണ്. ഇവിടെ 3 കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് ഭക്ഷണപാത്രങ്ങൾ മൂടി വെക്കുക. രണ്ടാമത്തേത് വെള്ളത്തിന്റെ പാത്രങ്ങൾ, അതിന്റെ വായ്ഭാഗം, തലപ്പ് അതുണ്ടാക്കുക, അടച്ചു വെക്കുക. മൂന്നാമത്തേത് വാതിലുകൾ അടക്കുക. നാലാമത്തേത് വിളക്കുകൾ കെടുത്തുക എന്നുള്ള കാര്യമാണ്. മറ്റൊരു ഹദീസുകളിൽ നമുക്ക് കാണാം, വെള്ളത്തിന്റെ ഈ വായ്ഭാഗം അടക്കാൻ നിങ്ങൾക്ക് ഒരു വസ്തുക്കളും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അതിന്റെ മുകളിൽ ഒരു വടിയെങ്കിലും നിങ്ങൾ അതിന്റെ മുകളിൽ വെക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിന്റെ കാരണം? അത് മറ്റ് ഹദീസുകൾ, മറ്റ് റിവായത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ആരെങ്കിലും ഇപ്രകാരം ഭക്ഷണപാത്രങ്ങൾ അടക്കുകയും അതുപോലെ വീടിന്റെ വാതിലൊക്കെ അടക്കുകയും അതുപോലെ വെളിച്ചം അടക്കുകയും ചെയ്താൽ ഫഇന്ന ശൈത്താന ലാ യഹുല്ലു സിഖാഅൻ, പിശാച് അത് ഇപ്രകാരം കെട്ടിവെച്ച പാത്രങ്ങൾ അത് അഴിക്കുകയില്ല. വലാ യഫ്തഹു ബാബൻ, ബിസ്മി പറഞ്ഞുകൊണ്ട് അടച്ച വാതിലുകൾ അത് പിശാച് തുറക്കുകയില്ല. വലാ യക്ഷിഫു ഇനാഅൻ, അതുപോലെ തന്നെ മൂടിവെച്ച പാത്രങ്ങൾ അത് പിശാചിന് തുറക്കാൻ കഴിയുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. മറ്റു റിവായത്തുകളിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി പറഞ്ഞു, ഫഇന്ന ഫിസ്സനതി ലൈലതൻ, വർഷത്തിൽ ഒരു രാത്രിയുണ്ട്, യൻസിലു ഫീഹാ വബാഉൻ, ആ രാത്രിയിൽ പകർച്ചവ്യാധികൾ, രോഗങ്ങൾ ഇറങ്ങി വരുന്നതാണ്. ലാ യമുറു ബിഇനാഇൻ ലൈസ അലൈഹി ഗിസാഉൻ ഔ സിഖാഇൻ ലൈസ അലൈഹി വികാഉൻ ഇല്ലാ നസല ഫീഹി മിൻ ദാലികൽ വബാ. ആ രോഗം ഇറങ്ങി വരുന്ന സന്ദർഭത്തിൽ, ആ പകർച്ചവ്യാധി ഇറങ്ങി വരുന്ന സന്ദർഭത്തിൽ അന്ന് മൂടി വെക്കാത്ത പാത്രങ്ങൾ ഉണ്ടെങ്കിൽ, അതുപോലെ അടച്ചു വെക്കാത്ത വെള്ളപ്പാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് ആ രോഗം ഇറങ്ങുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ അദബ്, ഈ മര്യാദ നമ്മൾ ശീലിക്കേണ്ടതാണ്, പാലിക്കേണ്ടതാണ്. ഇമാം നബവി റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, ഇത്തരത്തിൽ ഭക്ഷണപാത്രങ്ങൾ അതുപോലെ വെള്ളത്തിന്റെ പാത്രമൊക്കെ അടച്ചു വെക്കുക, മൂടി വെക്കുക എന്നതിന് 4 ഫവായിദുകളുണ്ട്, 4 നേട്ടങ്ങളാണ് അതുവഴി നമുക്ക് ലഭിക്കുന്നത്. 2 കാര്യങ്ങൾ ഈ ഹദീസിൽ തന്നെ നമുക്ക് മനസ്സിലായി. ഒന്നാമത്തേത്, അത് പിശാചിൽ നിന്നുള്ള സംരക്ഷണമാണ്. കാരണം ഇത്തരത്തിൽ മൂടിവെച്ച പാത്രങ്ങൾ, ബിസ്മി പറഞ്ഞുകൊണ്ട് മൂടിവെച്ച പാത്രങ്ങൾ, ബിസ്മി പറഞ്ഞുകൊണ്ട് അടച്ച വാതിലുകൾ അത് പിശാചിന് തുറക്കാൻ കഴിയുകയില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, വർഷത്തിൽ ഒരു രാത്രിയിൽ ഇറങ്ങി വരുന്ന പകർച്ചവ്യാധി, അതിൽ നിന്നുള്ള സംരക്ഷണമാണ് അതുവഴി നമുക്ക് ലഭിക്കുന്നത്. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞു, സിയാനതുഹു മിനൻ നജാസതി വൽ മുഖദ്ദറാത്ത്, അശുദ്ധികളിൽ നിന്ന്, മാലിന്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണം അതുവഴി നമുക്ക് ലഭിക്കുകയാണ്. ഭക്ഷണപാത്രങ്ങൾ മൂടി വെക്കുമ്പോൾ അതിലേക്ക് നജസ്സുകൾ വീഴാതെ അത് സംരക്ഷിക്കാൻ അത് നമ്മെ സഹായിക്കുന്ന കാര്യമാണ്. നാലാമത്തേതാണ് സിയാനതുഹു മിനൽ ഹശറാതി വൽ ഹവാം, ഇഴ ജന്തുക്കളിൽ നിന്ന്, വിഷമുള്ള ജന്തുക്കൾ അതുപോലെ പ്രാണികൾ, അതിൽ നിന്നുള്ള സംരക്ഷണം നമുക്ക് ലഭിക്കുന്നതാണ്. കാരണം നമ്മൾ രാത്രി ഭക്ഷണപാത്രങ്ങളൊന്നും മൂടി വെച്ചില്ലെങ്കിൽ അതിലേക്ക് ചിലപ്പോൾ വിഷമുള്ള ജീവികൾ വന്ന് വീണിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അറിയാതെ അശ്രദ്ധമായി നമ്മളത് കഴിക്കുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്താൽ അതുവഴി നമുക്ക് ധാരാളം ദ്രോഹങ്ങൾ നമ്മുടെ ശരീരത്തിനൊക്കെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ 4 കാര്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണമാണ് ഈ ഒരു അദബ്, ഈ ഒരു സുന്നത്ത് നമ്മൾ നടപ്പിലാക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അടുത്തൊരു മര്യാദയാണ് തർക്കുൽ ഇസ്റാഫി ഫീഹി, ഭക്ഷണത്തിൽ അതിൽ ധാരാളിത്തം കാണിക്കാതിരിക്കുക, ധൂർത്ത് കാണിക്കാതിരിക്കുക എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വകുലൂ വശ്റബൂ, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക, പക്ഷേ വലാ തുസ്രിഫു, നിങ്ങൾ അമിതവ്യയം നടത്താൻ പാടില്ല, ഇസ്രാഫ് കാണിക്കാൻ പാടില്ല, ധൂർത്ത് കാണിക്കാൻ പാടില്ല. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അത്തരത്തിൽ അമിതവ്യയം, ദുർവ്യയം ചെയ്യുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ചില സലഫുകൾ അവർ പറഞ്ഞതായി കാണാം, ജമഅ അല്ലാഹു തിബ്ബ കുല്ലഹു ഫീ നിസ്ഫി ആയത്തിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല വൈദ്യശാസ്ത്രത്തെ, ആരോഗ്യശാസ്ത്രത്തെ മുഴുവനും അര ആയത്തിൽ അല്ലാഹു ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. ഏതാണ് ആയത്ത്? നാം ഇപ്പോൾ ഓതിയ ആയത്താണ്. കുലൂ വശ്റബൂ വലാ തുസ്രിഫു, നിങ്ങൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുക, പക്ഷേ എന്ത് ചെയ്യരുത്? അമിതമാകാൻ പാടില്ല. അല്ലാഹു വൈദ്യശാസ്ത്രത്തെ മുഴുവൻ ഒരു അര ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്ന് സലഫുകൾ പറഞ്ഞതായി കാണാം. മിതമായ ഭക്ഷണം, അതാണെന്ത്? ആരോഗ്യകരമായ ജീവിതത്തിന്റെ അതിന്റെ രഹസ്യം എന്നത് മിതമായ ഭക്ഷണമാണ്. ആ ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞതായി കാണാം, കുൽ മാ ശിഅത വൽബസ് മാ ശിഅത, നിനക്ക് ഇഷ്ടമുള്ളത് ഭക്ഷിക്കാം, നിനക്ക് ഇഷ്ടമുള്ളത് ധരിക്കാം.
മാ അഖ്തഅതക ഇസ്നാനി, രണ്ട് കാര്യങ്ങൾ നിന്നെ ബാധിക്കാത്ത കാലത്തോളം. ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? സറഫുൻ ഔ മഖീലത്തുൻ, ദൂർത്തും അഹങ്കാരവും. അത് രണ്ടും നിന്നെ ബാധിക്കാത്ത കാലത്തോളം നിനക്കെന്താക്കാം? ഇഷ്ടമുള്ളത് ഭക്ഷിക്കാം. അഹങ്കാരം നിന്നെ ബാധിക്കാത്ത കാലത്തോളം നിനക്ക് ഇഷ്ടമുള്ളത് ധരിക്കാം എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം. മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഷൈആനി യുഖസ്സിയാനിൽ ഖൽബ, രണ്ട് കാര്യങ്ങൾ അത് നമ്മുടെ ഹൃദയത്തെ അത് കഠിനമാക്കുന്നതാണ്, ഹൃദയത്തെ കാഠിന്യമുള്ളതാക്കി തീർക്കുന്നതാണ്. ഏതൊക്കെയാണ്? കസറത്തുൽ കലാമി വ കസറത്തുൽ അക്ൽ, ധാരാളമായ സംസാരം, അതുപോലെ തന്നെ ധാരാളമായ ഭക്ഷണം കഴിക്കുക എന്നുള്ളതും ആ തീറ്റയും അത് രണ്ടും ഹൃദയത്തെ കാഠിന്യമുള്ളതാക്കി തീർക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. ഒരിക്കൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം തന്റെ കൂട്ടുകാർക്ക് അവർക്ക് ഭക്ഷണങ്ങൾ നീട്ടിക്കൊടുക്കുകയുണ്ടായി, ഭക്ഷണം അവർക്ക് നൽകുകയുണ്ടായി. ആ സന്ദർഭത്തിൽ ആ കൂട്ടുകാരൻ മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലയോട് പറഞ്ഞു, അകൽതു ഹത്താ ലാ അസ്തതീഅ അൻ ആകുൽ, എനിക്കിനി തിന്നാൻ വയറിൽ ഇനി സ്ഥലമില്ല, അത്രയും ഞാൻ കഴിച്ചിട്ടുണ്ട്, ഇനി എനിക്ക് താങ്കളുടെ ഭക്ഷണം സ്വീകരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തോട് പറയുകയാണ്. ആ സന്ദർഭത്തിൽ മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് വയഅകുലുൽ മുസ്ലിമു ഹത്താ ലാ യസ്തതീഅ അൻ യഅകുൽ, ഒരു മുസ്ലിമായ ഒരുവൻ ഇനി എനിക്ക് കഴിക്കാൻ സാധിക്കാത്ത അത്രയും വയറ് നിറച്ച് കഴിക്കുമോ എന്ന് മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം അത്ഭുതത്തോടെ ചോദിക്കുകയുണ്ടായി എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് എല്ലാ സന്ദർഭത്തിലും വയറ് നിറച്ച് ഭക്ഷിക്കുക എന്നുള്ളത് അത് ഒരു മുസ്ലിമിന്റെ പൊതുവായ രീതിയല്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ചിലപ്പോഴൊക്കെ ഇത്തരത്തിൽ കഴിക്കാവുന്നതാണ് എന്നും ഹദീസുകളിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നതാണ്. ഇനി പണ്ഡിതന്മാർ പറഞ്ഞു, ഫവായിദുൽ ഇഅ്തിദാലി ഫി ത്വആം വഅദമുൽ ഇസ്റാഫ്, ഭക്ഷണത്തിൽ മിതത്വം പാലിക്കുക, അതിൽ ധാരാളിത്തം കാണിക്കാതിരിക്കുക, ആവശ്യത്തിനും അപ്പുറം കാണിക്കാതിരിക്കുക എന്നതിൽ ധാരാളം നേട്ടങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കസ്റു ശഹവാതിൽ മആസി കുല്ലിഹ, തിന്മകളുടെ അതിനോടുള്ള ശഹവത്ത് അതെന്താക്കും? അത് കുറയുന്നത്. കാരണം എല്ലാ തിന്മകളുടെയും അതിന്റെ ഉറവിടം അതെന്താണ്? നമ്മുടെ താല്പര്യമാണ്. അതുപോലെ ശരീരത്തിന്റെ ശക്തിയാണ്, ശാരീരികമായ ശക്തിയും നമ്മുടെ താല്പര്യവുമാണ് തിന്മയിലേക്ക് നയിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഊർജ്ജം എന്താണ്? ഭക്ഷണം എന്നുള്ളതാണ്. അപ്പോൾ ഭക്ഷണത്തിൽ മിതത്വം പാലിക്കുന്ന ആളുകൾക്ക് അവരുടെ ശഹവത്തിനെ, തിന്മകളിലേക്കുള്ള അവരുടെ ദേഹേച്ഛയെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയും എന്ന് റസൂൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. റമദാനിന്റെ പകലിൽ ഭക്ഷണം കഴിക്കാത്ത സന്ദർഭത്തിൽ അത് തിന്മയിൽ നിന്ന് നമ്മെ തടഞ്ഞു നിർത്തുന്നു. കാരണം എന്താണ്? ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് തന്നെ പിശാചിന് രക്തത്തിലൂടെയുള്ള സഞ്ചാരം അവന് തടസ്സം അനുഭവപ്പെടുകയാണ്. അതുകൊണ്ട് റമദാനിന്റെ പകലിൽ അത്തരത്തിലുള്ള തെറ്റുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് ഒന്ന് ഇത് തന്നെയാണ്, നമ്മുടെ ഭക്ഷണത്തെ നമ്മൾ നിയന്ത്രിച്ചു എന്നുള്ളത് തന്നെയാണ്. രണ്ടാമതായി പണ്ഡിതന്മാർ പറഞ്ഞു, ദഫ്ഉ നൗമി വദവാമു സഹർ, അമിതമായ ഉറക്കത്തെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. നമ്മൾ മിതമായി ഭക്ഷണം കഴിക്കുന്ന ആളാണെങ്കിൽ ധാരാളം അമിതമായ ഉറക്കം ഉണ്ടാവില്ല. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ നമുക്ക് ഇബാദത്തുകളിൽ മുഴുകാൻ അത് നമ്മെ സഹായിക്കുന്നതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഫഇന്ന മൻ ശബിഅ കസീറൻ ശരിബ കസീറ, ധാരാളം വയറ് നിറക്കുന്നവൻ അവൻ ധാരാളം വെള്ളം കുടിക്കും. വമൻ കസുറ ശുർബുഹു കസുറ നൗമുഹു, ധാരാളം വെള്ളം കുടിക്കുന്നവൻ ധാരാളം സമയം വിശ്രമിക്കുന്നവനാണ്, ഉറങ്ങുന്നവനാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് തന്നെ അമിതമായ ഉറക്കം അത് ഒഴിവാക്കാൻ നമ്മെ സഹായിക്കുന്നതാണ് ഭക്ഷണത്തിൽ മിതത്വം പാലിക്കുക എന്നുള്ള കാര്യം. അതുപോലെ രാത്രി കാലങ്ങളിലുള്ള ഇബാദത്ത് നിർവഹിക്കാൻ അത് നമ്മെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഭൂരിഭാഗം സമയവും ഇത്തരത്തിൽ ഉറങ്ങിത്തീർക്കുന്ന ആളുകളുണ്ട്. ആ ഉറക്കത്തിലേക്ക് അവരെ നയിച്ച കാര്യം എന്താണ്? ധാരാളമായുള്ള ഭക്ഷണമാണ്, നിയന്ത്രണമില്ലാത്ത അമിതമായ ഭക്ഷണ രീതികളാണ്. അത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. മൂന്നാമത്തേതാണ് സിഹ്ഹത്തുൽ ബദനി വദഫ്ഉൽ അംറാദ്, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം അത് നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. അതുപോലെ തന്നെ രോഗങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ കഴിയും. എത്രയോ രോഗങ്ങൾ, അതിന്റെ തുടക്കം എന്താണ്? അതിന്റെ അടിസ്ഥാനം എന്താണ്? ഭക്ഷണത്തെ നിയന്ത്രണമില്ലാതെ നമ്മൾ കെട്ടഴിച്ചു വിട്ടു എന്നുള്ളതാണ്. ഭക്ഷണത്തിൽ മിതത്വം പാലിക്കുന്ന ആളുകൾക്ക് രോഗങ്ങൾ കുറവാണ്, അവരുടെ ആരോഗ്യം അത് കുറച്ചു കാലങ്ങളോളം നിലനിൽക്കുന്നതാണ്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അൽ ബിത്നതു അസ്ലുദ്ദാഇ, അമിത ഭക്ഷണം അതാണ് എല്ലാ രോഗങ്ങളുടെയും മൂല കാരണം, അതാണ്. വൽ ഹിമ്യതു അസ്ലുദ്ദവാഇ, മിതഭക്ഷണം പഥ്യം അതാണത് എല്ലാ മരുന്നുകളുടെയും അതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് പഥ്യമാണ്. ഭക്ഷണത്തിൽ പഥ്യം കൊണ്ടുവരിക എന്നുള്ളതാണ് എന്ന് പണ്ഡിതന്മാർ അവർ രേഖപ്പെടുത്തിയതായി കാണാം. സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ് അദ്ദേഹം ഉസ്മാൻ ഇബ്നു സായിദ എന്നവർക്ക് ഒരു കത്ത് എഴുതുകയുണ്ടായി. ആ കത്തിൽ അദ്ദേഹം ഇപ്രകാരം എഴുതി, ഇൻ അറദ്ത അൻ യസിഹ്ഹ ജിസ്മുക വയഖില്ല നൗമുക, നിന്റെ ശരീരം ആരോഗ്യമുള്ളതാകുവാൻ അതുപോലെ തന്നെ നിന്റെ ഉറക്കം കുറയാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫഅഖില്ല മിനൽ അക്ൽ, നീ എന്ത് ചെയ്യുക? ഭക്ഷണം കുറയ്ക്കുക എന്ന് മഹാനായ സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ് അദ്ദേഹം തന്റെ കൂട്ടുകാരൻ എഴുതിയ കത്തിൽ ഇപ്രകാരം എഴുതുകയുണ്ടായി എന്ന് നമുക്ക് കാണാൻ കഴിയും.
അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഭക്ഷണം കുറക്കാനാണ് നമ്മെ പ്രേരിപ്പിച്ചത്. അവിടുന്ന് ഹദീസിൽ കാണാം, മാ മലഅ ആദമിയ്യുൻ വിആഉൻ ശർറൻ മിൻ ബത്ൻ, വയറിനേക്കാൾ മോശപ്പെട്ട ഒരു പാത്രവും മനുഷ്യൻ നിറച്ചിട്ടില്ല. മനുഷ്യന്റെ വയറിനെ പാത്രം എന്നാണ് റസൂലുള്ളാഹി വിശേഷിപ്പിച്ചത്. ഭക്ഷണങ്ങളൊക്കെ അത് ശേഖരിച്ചു വെക്കുന്നതിനാണ് പാത്രം എന്ന് ഉപയോഗിക്കുക. ഇവിടെ മനുഷ്യന്റെ വയറിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പാത്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനുഷ്യന്റെ വയറിനേക്കാൾ മോശപ്പെട്ട ഒരു പാത്രവും മനുഷ്യൻ നിറക്കുന്നില്ല. എന്നിട്ട് പറയുന്നു, ബിഹസ്ബി ബിനി ആദമ ഉകുലാതുൻ യുഖിംന സുൽബഹു, തന്റെ മുതുക് അത് നേരെ നിവർത്താൻ മതിയായ കുറച്ച് ഉരുളകൾ അത് മാത്രം മതി ഒരു മനുഷ്യന്. ഫഇൻ കാന ലാ മഹാലത ഫസുലുസുൻ ലിതആമിഹി വസുലുസുൻ ലിശറാബിഹി വസുലുസുൻ ലിനഫസിഹി. ഇനി ഒരാൾക്ക് അതിൽ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ, അതിൽ കൂടുതൽ അവന് കഴിച്ചേ മതിയാകൂ എന്നുണ്ടെങ്കിൽ അവൻ 1/3 ഭക്ഷണത്തിനും 1/3 പാനീയത്തിനും അതുപോലെ 1/3 അവന്റെ ശ്വാസോച്ഛ്വാസത്തിനുമായി മാറ്റിവെക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അപ്പോൾ ഭക്ഷണത്തിൽ മിതത്വം പാലിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ച കാര്യമാണ്. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഭക്ഷണം കഴിക്കുന്ന അതിന്റെ രീതികൾ, അതിന്റെ അവസ്ഥകളെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് 3 ആയി തിരിക്കാൻ കഴിയും. ചില ആളുകൾ അവരുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ, അതല്ലെങ്കിൽ അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ആവശ്യമായ ഭക്ഷണം കഴിക്കാത്ത ആളുകളാണ്, തീരെ കഴിക്കാത്ത ആളുകൾ. അത് വിലക്കപ്പെട്ട കാര്യമാണ്. കാരണം അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അത് നിർവഹിക്കണമെങ്കിൽ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെങ്കിൽ അവനെന്ത് വേണം? ആരോഗ്യം വേണം. അപ്പോൾ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ, അവന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ആവശ്യമായ ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്. എന്നാൽ അത്രയും കഴിക്കാത്ത ആളുകളുണ്ട്. അത് വിലക്കപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ ഇനം ആളുകൾ ആരാണ്? അവരുടെ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണങ്ങൾ, അവരുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുന്ന ആളുകൾ. അതാണ് ഈ ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞത്, ഒരാൾക്ക് അയാളുടെ മുതുക് നിവർത്താൻ ആവശ്യമായ ഭക്ഷണങ്ങൾ അങ്ങനെ കഴിക്കുക എന്നുള്ളത് അത് സുന്നത്തായ കാര്യമാണ്. മൂന്നാമത്തെ വിഭാഗം ആളുകളാണ് എന്ത്? അവരുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായതിലും അധികം, ആരോഗ്യം നിലനിർത്താൻ സംരക്ഷിക്കാൻ ആവശ്യമായതിലും അധികം കഴിക്കുന്ന ആളുകൾ. അത്തരത്തിലുള്ള ആളുകളെ 2 ആയി തിരിക്കാം. ഒന്നാമത്തെ വിഭാഗം ആളുകൾ ആരാണ്? അവർ കൂടുതലായി കഴിച്ചത് കാരണം അങ്ങേയറ്റം മടിയന്മാരായി, അലസന്മാരായി കഴിയുന്ന ആളുകളുണ്ട്. അവർ വയറിന്റെ 1/3 കഴിച്ച ആളുകളാണ്. അത്തരത്തിൽ കഴിക്കുക എന്നുള്ളത് അത് വിലക്കപ്പെട്ട കാര്യമാണ്. കാരണം അത്തരത്തിൽ 3 ഭക്ഷണത്തിന് വയറിന്റെ 3 കഴിക്കുകയും അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ അത് നിറവേറ്റാൻ കഴിയാത്ത രൂപത്തിൽ മടിയന്മാരായി ക്ഷീണം വരുന്ന രൂപത്തിലാകുകയാണെങ്കിൽ അത് ഹറാമായ കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. എന്നാൽ ഒരാൾ അയാളുടെ ജീവൻ നിലനിർത്തുന്നതിന് ആവശ്യമായതിലധികം കഴിക്കുകയാണ്, പക്ഷേ അവനെന്തില്ല, ആ ഭക്ഷണം കഴിച്ചത് കൊണ്ട് മടിയോ ആലസ്യമോ ഒന്നുമില്ല എങ്കിൽ അത് അനുവദിക്കപ്പെട്ട കാര്യമാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅ്മിനു യഅകുലു ഫീ മിഅൻ വാഹിദിൻ വൽ കാഫിറു യഅകുലു ഫീ 7 അംആ. മുഅ്മിനായ ഒരു വ്യക്തി അവൻ ഒറ്റ കുടൽ കൊണ്ടാണ് അവൻ കഴിക്കുന്നത്, എന്നാൽ കാഫിറായവൻ 7 കുടലുകളിൽ ഭക്ഷണം കഴിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ യഥാർത്ഥ മുഅ്മിനായ ഒരു വ്യക്തി അവന് ഭക്ഷണം കഴിക്കുന്നതിൽ അതിൻ്റെതായ നിയമങ്ങളുണ്ട്. ആ മര്യാദകൾ പാലിച്ചുകൊണ്ട് കഴിക്കുന്നവൻ അവൻ അത്രയേ കഴിക്കുകയുള്ളൂ. എന്നാൽ സത്യനിഷേധിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള മര്യാദകളോ ഒന്നും അവൻ പാലിക്കുന്നില്ല. അവന്റെ ശരീരത്തിന് അവന് തോന്നുന്നതെല്ലാം അവൻ കഴിക്കുകയാണ്, ഭക്ഷിക്കുകയാണ് എന്ന് പണ്ഡിതന്മാർ അതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രേരിപ്പിച്ച കാര്യമാണെന്ത്? എല്ലാവരും പങ്കിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അവിടുന്ന് പറഞ്ഞു, ത്വആമുൽ വാഹിദി യക്ഫിൽ ഇസ്നൈനി വത്വആമുൽ ഇസ്നൈനി യക്ഫി സലാസ വത്വആമു സലാസതി യക്ഫിൽ അർബഅ. ഒരാൾക്കുള്ള ഭക്ഷണം അത് 2 പേർക്ക് മതിയാകും. 2 പേരുടെ ഭക്ഷണം 3 പേർക്ക് മതിയാകും. 3 പേരുടെ ഭക്ഷണം അത് 4 പേർക്ക് മതിയാകും. ഈ ഹദീസൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? ഭക്ഷണത്തിൽ മിതത്വം പാലിക്കണം, കുറവ് വരുത്തണം. അതിലേക്കുള്ള പ്രേരണയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഭക്ഷണത്തിൽ ഒരിക്കലും നമ്മൾ ദൂർത്ത് കാണിക്കാൻ പാടില്ല. നാളെ പരലോകത്ത് അതിനെക്കുറിച്ചുള്ള ചോദ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ذات يوم أو ليلة. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പകലോ അല്ലെങ്കിൽ രാത്രിയോ അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. فإذا هو بأبي بكر وعمر. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും അദ്ദേഹം കാണുകയാണ്, റസൂലുള്ളാഹി കാണുകയാണ്. റസൂലുള്ളാഹി ചോദിക്കുകയാണ്, മാ അഖ്റജകുമാ മിൻ ബുയൂതികുമാ ഹാദിഹി الساعة. ഈ സമയത്ത് നിങ്ങളെ 2 പേരെയും വീട്ടിൽ നിന്ന് പുറത്തിറക്കിയ കാര്യം എന്താണ്? നിങ്ങൾ 2 പേരും ഈ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് എന്താണ്? അവർ 2 പേരും പറഞ്ഞു, അൽ ജൂഉ യാ റസൂലല്ലാഹ്. റസൂലേ, വിശപ്പാണ്.
വിശപ്പ് കാരണമാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്. റസൂലുള്ളാഹി പറയുന്നു ഞാനും അങ്ങനെ തന്നെയാണ്, ഞാനും വിശപ്പ് കാരണമാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയ കാര്യം എന്താണോ അത് തന്നെയാണ് എന്നെയും വീട്ടിൽ നിന്ന് പുറത്തിറക്കിയത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവരും ഇങ്ങനെ നടക്കുകയാണ്. റസൂലിന്റെ കൂടെ അവർ നടന്നു. ഫഅതാ റജുലൻ മിനൽ അൻസാർ, അങ്ങനെ അൻസാരികൾപ്പെട്ട ഒരു സഹാബിയുടെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി അൻസാരിയായ ആ സഹാബി അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല. അങ്ങനെ അൻസാരിയായ ആ സഹാബിയുടെ ഭാര്യ റസൂലിനെ കണ്ടപ്പോൾ അവരെ സ്വാഗതം ചെയ്ത് വീട്ടിലേക്ക് കയറ്റിയിരിക്കുകയാണ്. റസൂലുള്ളാഹി ചോദിച്ചു, ഐന ഫുലാനുൻ, വീട്ടിലെ ഉടമസ്ഥൻ എവിടെ? ആ സഹാബിയെ കുറിച്ച് ചോദിക്കുകയാണ്. ആ സമയത്ത് അവരുടെ ഭാര്യ പറഞ്ഞു, ദഹബ യസ്തഅദിബു ലനാ മിനൽ മാ, അദ്ദേഹം ഞങ്ങൾക്ക് വെള്ളമെടുക്കാൻ വേണ്ടി ദൂരെ ഒരു സ്ഥലത്തേക്ക് പോയതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ അൻസാരിയായ സഹാബി അവർ കടന്നു വരികയാണ്. ആ സമയത്ത് അദ്ദേഹം കാണുന്നത് ആരെയാണ്? റസൂലിനെയും അതുപോലെ തന്നെ അബൂബക്കറിനെയും ഉമർ റളിയല്ലാഹു അൻഹുമ അവരെയാണ് കാണുന്നത്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും, മാ അഹദുൻ യൗമ അക്രമ അദിയാഫൻ മിന്നി, ഇന്ന് മറ്റൊരാളും ഉണ്ടാവില്ല എന്നെക്കാൾ നല്ല അതിഥികളെ കിട്ടിയ മറ്റൊരാളും ഇന്നുണ്ടാവുകയില്ല എന്ന് അദ്ദേഹം അല്ലാഹുവെ ഹംദ് ചെയ്തുകൊണ്ട് പറയുകയാണ്. എന്നിട്ടതാ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഈന്തപ്പഴയുടെ ഒരു കുലയുമായി കടന്നു വരികയാണ്. എന്നിട്ട് റസൂലിന്റെ മുൻപിൽ അത് വെക്കുകയാണ്. ഫീഹി ബുസ്റുൻ വതംറുൻ വറുതബുൻ, ആ ഈത്തപ്പഴക്കുലയിൽ അതിൽ പഴുക്കാത്തതുണ്ട്, ഉണങ്ങിയതുണ്ട്, അതുപോലെ പച്ച പഴുത്ത് പാകമായതായ ഈത്തപ്പഴങ്ങളും അതിലുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കുലു മിൻ ഹാദിഹി, നിങ്ങൾ ഇതിൽ നിന്ന് കഴിച്ചു കൊള്ളുക. അങ്ങനെ അദ്ദേഹം അതാ തന്റെ കത്തിയെടുത്തുകൊണ്ട് അങ്ങനെ അൻസാരിയായ ആ സഹാബി അദ്ദേഹം കത്തിയെടുക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇയ്യാക വൽ ഹലൂബ്, താങ്കൾ അറുക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ നല്ല പാല് തരുന്ന ആടിനെ അല്ലെങ്കിൽ പാല് തരുന്ന മൃഗത്തെ താങ്കൾ എടുക്കരുത്, അത് സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അദ്ദേഹത്തോട് പറയുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരു മൃഗത്തെ അറുക്കുകയും അങ്ങനെ ആ ആടിൽ നിന്ന് അതിന്റെ മാംസം അവർ ഭക്ഷിക്കുകയും ആ ഈത്തപ്പഴം അവർ കഴിക്കുകയും അങ്ങനെ അവർ വേണ്ടുവോളം അതിന്റെ ആ ആടിന്റെ പാല് കുടിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അവർ വയറ് നിറഞ്ഞവരായി അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കറിനോടും ഉമറിനോടും പറഞ്ഞു, റളിയല്ലാഹു അൻഹുമ, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. അല്ലാഹു സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, ലതുസ്അലുന്ന അൻ ഹാദൻ നഈം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ഈ നിഅമത്തിനെ കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അഖ്റജകും മിൻ ബുയൂതികുമുൽ ജൂ', നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളെ പുറത്തിറക്കിയത് വിശപ്പായിരുന്നു, എന്നാൽ നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് ഈ വലിയൊരു നിഅമത്തും അനുഗ്രഹിച്ചുകൊണ്ടാണ്, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ഓർമ്മിപ്പിച്ചതായി കാണാം. ഈ ഹദീസിൽ ധാരാളം ഫവായിദുകൾ, പാഠങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ കാര്യം. ഭക്ഷണം എന്നത് അത് ദൂർത്ത് കാണിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് നാളെ നമ്മോട് ചോദ്യം ചെയ്യും എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് എല്ലാവർക്കും നൽകണമെന്നില്ല. ഒരാൾക്ക് ദുനിയാവ് നൽകി എന്നത് അത് അല്ലാഹു അയാളെ ഇഷ്ടപ്പെട്ടു എന്നതിന്റെ തെളിവല്ല. ഇവിടെ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായവരാണ്. അബൂബക്കറും ഉമറും അവരാരാണ്? പ്രവാചകന്മാർക്ക് ശേഷം ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ രണ്ടാളുകളാണ്. അവർക്ക് ഒരു നേരം കഴിക്കാൻ ഭക്ഷണമില്ല എന്ന് പറയുമ്പോൾ അവരങ്ങേയറ്റം ദാരിദ്ര്യത്തിലായിരുന്നു എന്നതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഇഷ്ടപ്പെട്ടു എന്നതിന്റെ തെളിവ് എന്തല്ല? അയാൾക്ക് ദുനിയാവ് കൊടുത്തു എന്നതല്ല, മറിച്ച് അയാളുടെ ഈമാനും അമലു സ്വാലിഹാത്തുകളും ഇതൊക്കെയാണ് ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുപ്പിക്കുന്നത് എന്ന കാര്യം ഈ ഹദീസിന്റെ ഫവായിദുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട മറ്റൊരു മര്യാദയാണ് യുസ്തഹബ്ബുൽ ഇഹ്ദാഉ ഇലൽ ജിറാനി മിന അത്അം, നമ്മുടെ അയൽക്കാർക്ക്, അയൽവാസികളായ ആളുകൾക്ക് ഭക്ഷണങ്ങൾ അത് ഇടയ്ക്കിടയ്ക്ക് സമ്മാനമായി ഹദിയയായി നൽകുക എന്നുള്ളത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായ കാര്യമാണ്. അപ്പോൾ ആ ഭക്ഷണം നമ്മൾ ഹദിയയായി കൊടുക്കുമ്പോൾ അത് അല്പം മാത്രമേ ഉള്ളൂ, അളവ് കുറവാണ്, അതല്ലെങ്കിൽ അത് വിലപിടിപ്പുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്താക്കരുത്, അത് കൊടുക്കാതിരിക്കരുത്. നമ്മൾ എന്താണോ നമ്മുടെ പക്കലുള്ളത് അത് നമുക്ക് ഹദിയയായി കൊടുക്കാം. ഇനിയിപ്പോൾ ചില പ്രത്യേക ദിവസങ്ങളിൽ, വിശേഷ ദിവസങ്ങളിലാണെങ്കിൽ അന്നും നമുക്കത് നൽകാവുന്നതാണ്. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറയുകയാണ്, യാ അബാദർ, അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഇദാ തബഖ്ത മറഖതൻ ഫഅക്സിർ മാഅഹ, നീ ഒരു കറി വെക്കുന്ന സന്ദർഭത്തിൽ നീ അതിൽ കുറച്ച് വെള്ളം കൂട്ടുക. എന്തിനു വേണ്ടിയാണ്? നിന്റെ അയൽവാസികൾക്ക് നീ കൊടുക്കുന്നതിന് വേണ്ടി, അവരെ നീ പരിഗണിക്കുന്നതിന് വേണ്ടി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ഒരിക്കൽ ഒരു ആടിനെ അറുക്കുകയുണ്ടായി.
ആ സന്ദർഭത്തിൽ അദ്ദേഹം ചോദിക്കുകയാണ്, അഹ്ജയ്തും ലിജാരിൻ യഹൂദി, യഹൂദിയായ എന്റെ അയൽവാസിക്ക് നിങ്ങൾ ഇതിൽ നിന്ന് കൊടുത്തിട്ടുണ്ടോ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, മാ സാല ജിബ്രീൽ യൂസീനി ബിൽ ജാരി ഹത്താ വലൻതു അന്നഹു സയുവരിസുഹു. ജിബ്രീൽ അലൈഹിസ്സലാം അയൽവാസിയുടെ കാര്യത്തിൽ എന്നെ വല്ലാതെ ഉപദേശിച്ചു കൊണ്ടിരുന്നു. ഏതുവരെ? അയൽവാസിയായവൻ അവൻ എന്റെ സ്വത്ത് അനന്തരാവകാശിയായി അവൻ മാറ്റപ്പെടുമോ എന്ന് പോലും ഞാൻ വിചാരിച്ചു പോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് സഹാബി പറയുകയാണ്. അതുകൊണ്ട് അയൽവാസികൾക്ക് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് സമ്മാനമായി നൽകുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞു, യാ നിസാ അൽ മുസ്ലിമാത്ത്, മുസ്ലിമീങ്ങളായ സ്ത്രീകളെ വിളിച്ചുകൊണ്ട് പറയുന്നു, ലാ തഹ്ഖിറന്ന ജാറത്തുൻ ലിജാറതിഹാ, ഒരു അയൽക്കാരിയും തന്റെ അയൽക്കാരിക്ക് നൽകുന്ന ഒരു വസ്തുവിനെ അവരെന്താക്കും നിസ്സാരമായി കാണാൻ പാടില്ല. വലൗ ഫിർസ് നശാത്തിൻ, അദ്ദേഹം റസൂലുള്ളാഹി പറയുകയാണ്, അതൊരു ആടിന്റെ കുളമ്പാണെങ്കിൽ പോലും നിങ്ങൾ എന്താക്കരുത്, അത് നിസ്സാരമായി കാണരുത്. നിങ്ങൾ അയൽവാസിക്ക് നൽകുന്ന ഒരു വസ്തുവിനെയും നിസ്സാരമായി കാണരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇമാം നബവി റഹിമഹുല്ലാഹ് ഈ കാര്യം പ്രത്യേകം ഉണർത്തിയതായി കാണാം. നമ്മൾ നൽകുന്ന വസ്തു അതത്ര വിലപിടിപ്പുള്ളതാകണമെന്നില്ല, അതല്ലെങ്കിൽ അത് കുറെ ഉണ്ടാകണമെന്നില്ല. എന്നിരുന്നാലും അയൽവാസികളായ ആളുകൾക്ക് നമ്മൾ ഇത്തരത്തിൽ സമ്മാനങ്ങൾ, ഹദിയകൾ, ഭക്ഷണങ്ങൾ അത് നൽകേണ്ടതുണ്ട്. എന്നിട്ട് അദ്ദേഹം ഒരു ഹദീസ് സൂചിപ്പിച്ചതായി കാണാം, ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറത്തിൻ, ഒരു കാരക്കയുടെ ചീള് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അടുത്തൊരു മസ്അലയാണ് അസ്സലാത്തു ബിഹദ്റത്തി ത്വആം, ഭക്ഷണം അത് വിളമ്പിയ സമയത്തുള്ള നമസ്കാരം. അതൊരു മസ്അലയായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ സ്വലാത്ത ബിഹദ്റത്തി ത്വആം വലാ ഹുവ യുദാഫിഉഹു അൽ അഖ്ബസാൻ, ഭക്ഷണം ഹാജരാക്കപ്പെട്ടാലും അതുപോലെ തന്നെ മലമൂത്ര വിസർജനത്തിന് അതിന് തടസ്സം അനുഭവപ്പെടുന്ന സന്ദർഭത്തിലും ഒരാൾ നമസ്കരിച്ചാൽ ആ നമസ്കാരം അത് പൂർണ്ണമാവുകയില്ല. ഇവിടെ നമസ്കാരമില്ല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവന്റെ നമസ്കാരം പൂർണ്ണമല്ല എന്നതാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതല്ലാതെ അവന്റെ നമസ്കാരം ശരിയാവില്ല എന്നല്ല, ആ നമസ്കാരം അത് പൂർണ്ണമാവുകയില്ല എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ഇതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മുൻപിൽ ഭക്ഷണം വെക്കപ്പെടുകയും എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നിങ്ങളിൽ ആർക്കെങ്കിലും ഭക്ഷണം വെക്കപ്പെടുകയും അങ്ങനെ നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുക്കപ്പെടുകയും ചെയ്താൽ നിങ്ങൾ ആ ഭക്ഷണമാണ് അതാണ് നിങ്ങൾ ആരംഭിക്കേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ ഭക്ഷണം കഴിച്ചു തീരുന്നത് വരെ നിസ്കാരത്തിലേക്ക് നിങ്ങൾ തിടുക്കം കൂട്ടരുത് എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, മലമൂത്ര വിസർജനത്തിന് തടസ്സം അനുഭവപ്പെടുക എന്നുള്ളത് അത് രണ്ട് രൂപത്തിലാണുള്ളത്. ഒന്നാമത്തേത്, ഒരാൾക്ക് കഠിനമായി അനുഭവപ്പെടുകയാണ്. മലമൂത്ര വിസർജനത്തിന് കഠിനമായി അനുഭവപ്പെടുന്ന സന്ദർഭത്തിൽ അവന് നമസ്കാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല എന്ന് അവന് തോന്നുകയാണെങ്കിൽ അത്തരം ഘട്ടത്തിൽ നമസ്കരിക്കുക എന്നുള്ളത് അത് ഹറാമായ കാര്യമാണ്. എന്നാൽ ഒരാൾക്ക് ഇത്തരത്തിലുള്ള ചില പ്രയാസങ്ങൾ, തടസ്സങ്ങളുണ്ട്, പക്ഷേ അവന് നമസ്കാരം കഴിയുന്നത് വരെ അത് പിടിച്ചു വെക്കാൻ കഴിയും, അതല്ലെങ്കിൽ അവന്റെ ശ്രദ്ധ അത് തടസ്സമാവില്ല എന്നാണ് അവന് ഉറപ്പുവരികയാണെങ്കിൽ അത്തരം സന്ദർഭത്തിൽ എന്ത് ചെയ്യാം, അവർക്ക് നമസ്കരിക്കാവുന്നതാണ്. അത് കറാഹത്താണ്. എന്നാലും ആ സന്ദർഭത്തിലും അവൻ മലമൂത്ര വിസർജനം നടത്തിയതിനു ശേഷം നമസ്കാരത്തിൽ പങ്കെടുക്കലാണ് അവന് സുന്നത്തായ കാര്യം എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ രണ്ട് അവസ്ഥകളുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പണ്ഡിതന്മാർ 3 നിബന്ധനകളാണ് അതിന് വെക്കുന്നത്. ഒന്നാമത്തേത്, ഭക്ഷണം അത് ഹാജരായിരിക്കണം, ഭക്ഷണം അത് വിളമ്പിയിരിക്കണം. അതല്ലാതെ ഭക്ഷണം അടുപ്പത്ത് വെച്ചിട്ടേ ഉള്ളൂ, അത് വേകുന്നേ ഉള്ളൂ, ഇനിയും സമയമുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, നിസ്കാരം സമയമായാൽ നമസ്കരിക്കണം. അത് ഒന്നാമത്തെ നിബന്ധന ഏതാണ്, ഭക്ഷണം മുന്നിൽ ഹാജരായിരിക്കണം. രണ്ടാമത്തേത്, അവന് ഇഷ്ടമുള്ള ഭക്ഷണമാകണം. ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണമാണെങ്കിൽ അതിന്റെ പേരിൽ എന്താക്കാൻ പാടില്ല, നമസ്കാരത്തെ ഭിന്നിപ്പിക്കാൻ പാടില്ല. മൂന്നാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ പറഞ്ഞു, ആ ഭക്ഷണം കഴിക്കാൻ അവന് സാധിക്കുന്നവനായിരിക്കണം. ഭൗതികപരമായിട്ടോ അതേപോലെ തന്നെ ശർഈയായിട്ടോ ഈ രണ്ട് നിലക്കും അവനതിന് ആ ഭക്ഷണം കഴിക്കാൻ കഴിവുള്ളവനായിരിക്കണം. ഒരാളുടെ മുൻപിൽ ഭക്ഷണം ഹാജരായിട്ടുണ്ട്, അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്, പക്ഷേ അത് അവന്റെ ഉടമസ്ഥതയിലുള്ളതല്ലെങ്കിലോ അവനക്കത് കഴിക്കാൻ പറ്റൂല. അതല്ലെങ്കിൽ അവൻ നോമ്പുകാരനാണ്, പകലിൽ സമയമാണ്, നോമ്പുകാരനാണ്, അപ്പോഴും അവന് കഴിക്കാൻ പറ്റൂല. ആ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നവനായിരിക്കണം, ഭൗതികപരമായിട്ടും അതുപോലെ ശർഈയായിട്ടും അത് കഴിക്കാൻ സാധിക്കുന്നവനായിരിക്കണം. ഈ 3 നിബന്ധനകൾ പാലിക്കപ്പെടുമ്പോഴാണത് ഭക്ഷണത്തിന്റെ പേരിൽ നമസ്കാരത്തെ വൈകിപ്പിക്കാൻ അനുവാദമുള്ളൂ എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അല്ലാ യഖ്സിദ വദഅ അത്അമി ഇൻദ സ്വലാ, എപ്പോഴും നിസ്കാരത്തിന്റെ സമയം നോക്കി ഭക്ഷണങ്ങൾ വെക്കുക എന്നുള്ളത് എന്തല്ല, അത് ശരിയല്ല. അങ്ങനെ അത് മനഃപൂർവ്വം അത്തരത്തിലാക്കാൻ പാടില്ല
എന്നുകൂടി ഇതിന്റെ കൂടെ പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി കാണാം. അവസാനത്തെ ഒരു മസ്അലയാണ് ഹൽ യജൂസുൽ കലാമു അല ത്വആം, ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ ഭക്ഷണ സമയത്ത് സംസാരിക്കാൻ പാടില്ല എന്നറിയിക്കുന്ന ഒരു ഹദീസും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് സംസാരിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ഭക്ഷണത്തിൽ കൂടിയിരിക്കുന്ന ആളുകൾ അവർക്ക് സന്തോഷം പകരുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ അത് സംസാരിക്കാൻ അനുവദിക്കപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് അതിഥികളൊക്കെ വരുമ്പോൾ ഇത്തരത്തിൽ സംസാരിക്കുക എന്നുള്ളത് അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് സംസാരിക്കാൻ പാടില്ല എന്ന് വിലക്കുന്ന ഒരു സ്വഹീഹായ ഒരു ഹദീസും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അത് ധാരാളം പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ സംസാരിച്ചതായി കാണാം. അതാണ് അതിനെക്കുറിച്ച് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി വരുന്ന ആദാബുകൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ സൂചിപ്പിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ച മര്യാദകൾ, ആദാബുകൾ, സുന്നത്തുകൾ അത് ജീവിതത്തിൽ പാലിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ്